അപ്പോൾ ഇന്ന് ഞങ്ങൾ പാർക്കിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഇത്തിരി വെയിലൊക്കെ മങ്ങി തുടങ്ങിയപ്പോൾ പതുക്കെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടക്കാമെന്നൊക്കെ വിചാരിച്ചിറങ്ങി. കുട്ടികൾക്കാണെങ്കിൽ കളിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഇതാ നിൽക്കണ മരം കണ്ടില്ലേ, അതൊരു യൂക്കാലിപ്സ് മരമാണ് കേട്ടോ. ഒരു വലിയ മരമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടം പോലെ യൂക്കാലിപ്സ് മരങ്ങൾ ഇവിടെ ചുറ്റും കാണാൻ പറ്റും. പല തരത്തിലുള്ള യൂക്കാലിപ്സ് മരങ്ങൾ കാണാൻ പറ്റും. കണ്ടോ, എന്ത് രസമാണ് ആ മരങ്ങൾ നിൽക്കുന്നത് കാണാൻ. നല്ല ഭംഗിയാണ് കാണാൻ, ചിത്രം വരച്ചതുപോലെ തന്നെ. ഇവിടെ ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുഞ്ഞൻ യൂക്കാലിപ്സ് മരങ്ങളുണ്ട് കേട്ടോ. നല്ല വെറൈറ്റി ടൈപ്പുകളാണ് ഇവിടെയുള്ള യൂക്കാലിപ്സ് എന്ന് പറയുന്നത്. ഓസ്ട്രേലിയയിൽ തന്നെ ഏതാണ്ട് 700ഓളം തരത്തിലുള്ള യൂക്കാലിപ്സ് മരങ്ങളുണ്ടെന്നാണ് പറയുന്നത്, വെറൈറ്റികളുണ്ടെന്നാണ് പറയുന്നത്. കണ്ടോ, ഇതിൻ്റെ ലീഫ് നോക്കൂ, വേറൊരു രീതിയിലാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. ഞാൻ വേറൊരു ടൈപ്പ് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു രീതിയിൽ, ഇത് വേറൊരു ടൈപ്പിലുള്ള യൂക്കാലിപ്സാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു ടൈപ്പാണ് ഇത്. ലീഫ് കണ്ടില്ലേ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കോട്ടെ. ഈ ലീഫും ആ ലീഫും തമ്മിലുള്ളത്, ഒന്ന് കുറച്ച് വൈറ്റിഷ് കളറും ഒന്ന് കുറച്ച് ഡാർക്ക് കളറിലുള്ളതാണ്. ചില ഇലകളൊക്കെ റൗണ്ട് ഷേപ്പിലും കാണാൻ പറ്റും കേട്ടോ, ഒരേ മരത്തിൽ തന്നെ. ഇവിടെ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല പഞ്ചസാര മണൽ വരച്ചിട്ടിട്ടുണ്ട്. കുട്ടികൾ അഥവാ കുഞ്ഞു കുട്ടികളൊക്കെ കളിക്കുന്ന സ്ഥലമല്ലേ, അപ്പോൾ അവരെന്തെങ്കിലും വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നല്ല വെളുത്ത പഞ്ചസാര തരി പോലത്തെ മണലാണ്. അതാണ് നല്ല രസമാണ്, നമുക്ക് കയ്യിലെടുക്കാൻ തോന്നും. കണ്ടോ, ഈ സ്ലൈഡറിൽ നിന്ന് കൂർന്ന് ഇറങ്ങി വീഴുമ്പോൾ അവർക്ക് ദേഹമൊന്നും എറിഞ്ഞ് പൊട്ടാതിരിക്കാനൊക്കെ നല്ലതാണ്. ഇതാ ആളുകൾക്ക് വെയിലും മഴയൊന്നും കൊള്ളാതിരിക്കാനുള്ള സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് ഇവിടെ. ഒക്കെ മിക്കവാറും എല്ലാ പാർക്കുകളിലും കാണും. ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നു. പിന്നെ എല്ലാവരും കുറേ പേരൊക്കെ പാർക്കിലോട്ട് വരുമ്പോൾ അവരുടെ ഡോഗ്സിനെയൊക്കെ കൊണ്ടായിരിക്കും വരുന്നത്. നടക്കാനൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ ഡോഗ്സിന് വെള്ളം കൊടുക്കാനായിട്ട്. ഇവിടെ ഞങ്ങൾ ഇടയ്ക്ക് ടേബിൾ ടെന്നീസ് കളിക്കാറുണ്ട്. ഇപ്പം അതിൻ്റെ ടെന്നീസ് റാക്കറ്റൊന്നും കാണുന്നില്ല, അതുകൊണ്ടിന്ന് വേണ്ടെന്ന് വെച്ചു. കപ്പിൾസിന് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാനൊക്കെയുള്ളൊരു പ്രത്യേക സീറ്റുണ്ട് കേട്ടോ. ഞാനങ്ങനെ പറഞ്ഞതാണ്. ഒരു സീറ്റ് ഇവിടെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. മരത്തിൻ്റെ കൊമ്പിലൊന്ന് ഉറച്ചു വീശുന്ന ആളാണ് ഞങ്ങളുടെ കാക്കയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ ഒരു കുട്ടി കരയാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് ശരിക്കും ഒരു മനുഷ്യൻ്റെ ശബ്ദം തന്നെയാണ്. പിന്നെയാണ് ആളെ മനസ്സിലായത്. നമ്മുടെ ഇവിടുത്തെ കാക്കയില്ലേ, അത് തന്നെ. വളരെ ദൂരെ നിന്ന് എനിക്ക് സിറ്റിയിലെ വലിയ ബിൽഡിങ്സിൻ്റെയൊക്കെ ചെറിയ പോർഷൻസ് വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ക്യാമറയിൽ കൂടെ നിങ്ങൾക്കത് ശരിക്കായിട്ട് കിട്ടുന്നുണ്ടോ എന്നറിയില്ല, ചെറുതായിട്ട് ഇരിക്കാനുള്ള വേറൊരു ഹട്ട് ഷേപ്പിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത്. ഇതായിരിക്കും നല്ല രസമാണ്. ഈ തടിയൻ യൂക്കാലിപ്സ് മരം കണ്ടോ, ഈ വീഡിയോയിലുള്ളതിനേക്കാളും നല്ല വണ്ണമുണ്ട് ഈ മരത്തിന്.
വന്നിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വലിയ മരങ്ങൾ കാണുന്നത്, അടുത്ത് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു നടക്കുകയാണ്. പോകുന്ന വഴിക്ക് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ട്. ആ ചില്ലയുടെ ഇടയിൽ കൂടെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്ന ഒരാൾ. ഇതൊരു പക്ഷിയാണ്, പേരൊന്നും എനിക്കറിയില്ല. കുറച്ച് നേരം ഞാൻ അതിനെ നോക്കിയിരുന്നു. ഇതുവരെ കാണാത്തൊരു പക്ഷിയാണ്. വീട്ടിലേക്ക് നടക്കുന്നതിനിടയിൽ ഷേപ്പിലുള്ളൊരു മരം ഞാൻ കണ്ടു. നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ആ ബ്രാഞ്ചസൊക്കെ കാണാൻ. അതുപോലെ തന്നെ അതിൻ്റെ ശിഖരങ്ങളൊക്കെ വളരെ താഴ്ന്നാണ് വളർന്നിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ മരത്തിൽ കയറിയിരിക്കും, സുഖമായിട്ട് കയറി. ഇത് അരയാലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇലകളെല്ലാം കണ്ടിട്ട് അതുപോലെയാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് എക്സാക്ട്ലി അറിയില്ല അത് തന്നെയാണെന്ന്. കായകളൊക്കെ ഉണ്ട്. അരയാലിൻ്റെ കായ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, കണ്ടിട്ടില്ല. അതിന് തൊട്ടടുത്ത് തന്നെ വേറൊരു മരം നിൽക്കുന്നുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ക്യൂരിയോസിറ്റി ഒക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ അപ്പുറത്ത് ആ അരയാൽ പോലെയുള്ള മരം ഒരെണ്ണം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പാർക്കിൽ നിന്ന് തിരിച്ചു വന്ന് ചെറിയൊരു ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടിങ്ങനെ റെസ്റ്റ് എടുക്കുക കേട്ടോ. ഞാൻ പതുക്കെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങി ഇവിടുത്തെ അസ്തമയ സൂര്യനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സൺസെറ്റിൻ്റെ സമയത്ത് ഓരോ കളറാണ് കേട്ടോ ആകാശത്തിന്. ചില ദിവസം ഒരു പർപ്പിൾ കളറൊക്കെ ഞാൻ കാണാറുണ്ട്. നല്ല രസമാണ്. കുറച്ച് നേരം അള്ളിക്ക് നോക്കി ഇങ്ങനെ റിലാക്സൊക്കെ ആയിട്ട് നിൽക്കും. ഇതാ ഈ കാണുന്നതേ അപ്പുറത്തെ കോമ്പൗണ്ടിൽ നിന്ന് ഇങ്ങോട്ട് തലയെത്തി നോക്കുന്ന നാരക ചെടിയാണ് കേട്ടോ. അതായത് ലെമൺ, ചെറുനാരങ്ങയല്ല, കുറച്ചുകൂടെ വലിയ സൈസുള്ളത് ഉണ്ടോ. സംഗതി അപ്പുറത്തെ കോമ്പൗണ്ടിലാണെങ്കിൽ നമുക്ക് തൽക്കാലം ആവശ്യത്തിനുള്ള ജ്യൂസ് ഉണ്ടാക്കാനും ഇത്തിരി പിക്കിളിടാനൊക്കെയുള്ള നാരങ്ങ ഇതിൽ നിന്ന് പറിക്കാറുണ്ട്. ഇത് നമ്മുടെ നാടൻ ഗന്ധകരാജൻ എന്നാണ് ഞാനൊക്കെ പറയുക ഈ പൂവിന്. ഇത്തിരി വലിയ സൈസുള്ള പൂവുകളാണ്, നല്ല മണമൊക്കെയുള്ളൊരു പൂവാണ്, വെളുത്തിട്ട്. നിങ്ങളുടെ നാട്ടിൽ ഈ പൂവിന് എന്താ പറയുകയെന്നറിയില്ല കേട്ടോ. നിൽക്കുന്ന ചെടിയുണ്ടല്ലോ, ഇതും അപ്പുറത്തെ കോമ്പൗണ്ടിലാണ്. ഓറഞ്ചാണ്, ചെറിയ ഓറഞ്ചാണ്, ഇത്തിരി പുളിരസമൊക്കെ ഉള്ള ഓറഞ്ചാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ അതിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് അത് ഉണങ്ങിയതെന്ന് അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ നാടൻ ചെമ്പരത്തി. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങളും ഇവിടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ, പ്രത്യേകിച്ചൊരു സന്തോഷമാണ്. നാട്ടിൽ പോലും ഇതുപോലുള്ള നാടൻ ചെമ്പരത്തി കാണാൻ ഇപ്പോൾ വിരളമായിട്ടാണ് ഞാൻ കാണാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, നല്ല കമൻറ്റുകളൊക്കെ തരിക. പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും എത്തുന്നതാണ്. ഇനിയും കാണുന്നവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.